ഓനെയോർ കൊന്നതാണ്, ഭക്ഷണം കൊടുത്തിട്ട് ഓൻ കഴിച്ചില്ല. കോഴ ആരോപണത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത നൃത്ത അധ്യാപകൻ PN ഷാജിയുടെ അമ്മ ലളിതയുടെ കണ്ണീർ പതിച്ചത് കേരളത്തിന്റെ ഇടനെഞ്ചിലാണ്. ഞാൻ നിരപരാധിയാണ്, ഇതുവരെ ഒരു പൈസയും വാങ്ങിയിട്ടില്ല, സത്യം. അർഹതപ്പെട്ടതിന് മാത്രമാണ് കൊടുത്തത്. എൻ്റെ അമ്മയ്ക്കറിയാം ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന്. ഇതിൻ്റെ പിന്നിൽ കളിച്ചവരെയെല്ലാം ദേവൻ രക്ഷിക്കട്ടെ എന്നാണ് മൃതദേഹത്തിന് അരികെ നിന്ന് പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ ഷാജി എഴുതിയത്. മാത്രമല്ല, ഷാജിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും പേഴ്സുമടക്കം കാണാനില്ലെന്ന് കാട്ടി കുടുംബാംഗങ്ങൾ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. കുടുംബ വിഷയത്തിൽ ഗവർണർക്കടക്കം പരാതി കൈമാറിക്കഴിഞ്ഞു. ഗുരുതുല്യനായ ആ നൃത്താധ്യാപകന്റെ മുഖത്ത് നോക്കി തനിക്ക് ഇത്രയും തടിയുണ്ടല്ലോടാ, കിളച്ച് തിന്നൂടെ എന്ന് ചോദിച്ചത് SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഞ്ജു കൃഷ്ണയാണ്. മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് AA അക്ഷയ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് NA നന്ദൻ എന്നിവരുമാണ്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട് ജീവനൊടുക്കിയ മാർഗംകളി വിധികർത്താവ് PN ഷാജിയെ SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതായി ദൃക്സാക്ഷികളും പോലീസിൽ മൊഴി നൽകി. സഹപാഠിയെ കൂട്ടം കൂടി മൃതപ്രായനാക്കാൻ മാത്രമല്ല, അധ്യാപകനെയും ഒഴിമുഴം കയറിലൊടുക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു SFI നേതാവ് അഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെനറ്റ് ഹാളിന്റെ അകത്ത് മറ്റൊരു മുറിയിലേക്ക് ഷാജിയെ കൂട്ടിക്കൊണ്ടുപോയത്. നിനക്കിത്ര തടിയില്ലേടാ, പോയി കിളച്ച് തിന്നൂടെയെന്ന് അഞ്ജു ചോദിച്ചു. ഷാജിയുടെ ബയോഡേറ്റ വായിച്ച് കളിയാക്കി. അഞ്ജുവാണ് അടിക്കട ഇവനെ എന്ന് പറഞ്ഞത്. ക്രിക്കറ്റ് ബാറ്റ്, ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ ഇതേ റൂമിൽ നിന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. എന്നെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കുരുക്കരുത്, ജീവിക്കാൻ വഴിയില്ല, ആത്മഹത്യ ചെയ്യുമെന്ന് ഇതിനിടെ ഷാജി പറഞ്ഞതായും ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തി. ഷാജിയെയും കൂടെയുണ്ടായിരുന്ന വിധികർത്താക്കളായ ജോമറ്റിനെയും സൂരജിനെയും സെനറ്റ് ഹാളിനുള്ളിലെ മുറിയിൽ വെള്ളമോ ഭക്ഷണമോ നൽകാതെ മണിക്കൂറുകളോളം തടവിലാക്കി. ക്രിക്കറ്റ് ബാറ്റ്, ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ കൊണ്ട് തല്ല് സഹിക്കാതെ ആയപ്പോൾ നാട്ടിലെത്തിയാൽ മരിച്ചു കളയുമെന്ന് വരെ സംഘാടകരോട് ഷാജി പറഞ്ഞിരുന്നു. നീ പോയി ചാഗ് എന്നായിരുന്നു അഞ്ജുവിൻ്റെ മറുപടി. ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയതിനു ശേഷം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഷാജിയെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ വേദനയുണ്ടെന്ന് ഡോക്ടറോട് പറയുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് പ്രതിയാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 11-ന് തിരുവനന്തപുരത്ത് നിന്നുമെത്തിയ ഷാജി ആകെ അവശനും ക്ഷീണിതനുമായിരുന്നു. ഭീഷണിയിലും അപമാന ഭാരത്താലുമാണ് PN ഷാജി എന്ന നൃത്ത അധ്യാപകൻ ആത്മഹത്യ ചെയ്തതെന്ന് നിസ്സംശയം തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഷാജിയെ ഭീഷണിപ്പെടുത്തിയ, ആത്മഹത്യ കയറിലെത്തിച്ച SFIയിലെ ഒരു നേതാവിനെയും ആദ്യഘട്ടത്തിൽ പോലീസ് പ്രതി ചേർത്തിരുന്നില്ല. നിരന്തര സമ്മർദ്ദങ്ങൾക്കും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഗതികെട്ട് SFI നേതാക്കളെ പ്രതി ചേർത്തുവെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഷാജിയെ SFIക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് ഒപ്പമുണ്ടായിരുന്ന നൃത്താധ്യാപകനായ ജോമറ്റ് മൈക്കിളടക്കം മൊഴി നൽകിയ സാഹചര്യത്തിലാണ് പോലീസിന് SFI പ്രവർത്തകരെ പ്രതി ചേർക്കേണ്ടി വന്നത്. സ്കൂൾ കോളേജ് കലോത്സവങ്ങളിലും പൊതുമത്സരങ്ങളിലും മാർഗം കളിയിലും മറ്റ് നൃത്ത ഇനങ്ങളിലും സംഘാടകർ വിശ്വസിച്ച് വിളിച്ചിരുന്ന വിധികർത്താക്കളിൽ ഒരാളായിരുന്നു ഷാജി. ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരാളാണ് ഷാജി എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് സഹപ്രവർത്തകരും നാട്ടുകാരും അധ്യാപകരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇനിയും എത്ര പേരെ ആത്മഹത്യയുടെ മുനമ്പിലെത്തിച്ചാലാണ് SFIയുടെ ചോരക്കൊതി മാറുകയെന്നത് ആർക്കും പറയാനാകാത്ത ദുരൂഹതയായി തുടരുകയാണ്. ഓടുകൾ തകർന്ന, മച്ചിനു പകരം സാരി കൊണ്ട് കെട്ടിമറച്ച, സിമന്റ് അടർന്ന തറയുള്ള സദനാലയം വീട്ടിലിരുന്ന് വൃദ്ധയായ അമ്മ ചോദിക്കുന്നുണ്ട്, ഡാൻസിന് മാർക്കിടാൻ എൻ്റെ മോൻ കോഴ വാങ്ങിയിരുന്നുവെങ്കിൽ ഈ വീട് ഇങ്ങനെയായിരിക്കുമോ? അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ആരോ കുടുക്കിയതാണ്. എൻ്റെ കാല് പിടിച്ച് കരഞ്ഞവൻ പറഞ്ഞു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. വൃദ്ധയായ ആ മാതാവിന് മരണം വരെ കരഞ്ഞു തീർക്കാനുള്ള തീരാ ദുഃഖം സമ്മാനിച്ചത് SFIയിലെ അക്രമി സംഘമാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.